ഇത് ചത്തിട്ടില്ല ജോ. അതെ, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വലുപ്പത്തിലുള്ള ചെമ്മീന് ജീവനോടെ കയ്യിൽ കിട്ടിയതിൻ്റെ ക്യൂരിയോസിറ്റിയാണ് എൻ്റെ മുഖത്ത് നിങ്ങളെ കാണുന്നത്. സോ ഇവിടെ നമുക്കിന്ന് ചട്ടിയിലാക്കാം. ഈ ചെമ്മീനെ എന്ത് പേര് പറയുന്നു എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. അത്യാവശ്യം കട്ടിയുള്ളതുണ്ടായത് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ലേശം മെനക്കിട്ടു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ചെമ്മീൻ റോസ്റ്റ്. ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ: കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഒരു ചെറിയ ബേസത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി ഇവ ചതച്ചതും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ലേശം വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ലേശം വിനാഗിരി കൂടി ചേർത്താൽ രുചി കൂടട്ടോ. ഇനി ഈ ഒരു മസാല കൂട്ടിലേക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് നന്നായിട്ട് മസാല ചെമ്മീനിലാകുന്ന വിധം പെരട്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കറിവേപ്പില ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഓരോന്നോരോന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ലേശം വലിപ്പമുള്ള ചെമ്മീൻ ആയതുകൊണ്ട് മൂടി വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നോക്കി ഓരോ ചെമ്മീനും മറിച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അത്ര ഡീപ്പ് ഫ്രൈ ആവണ്ട, എന്നാലും ഒരു ഷാലോ ഫ്രൈ ആയിട്ട് എല്ലാ ചെമ്മീനും തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കുക. ചെമ്മീൻ്റെ രണ്ട് സൈഡും അത്യാവശ്യം ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു മസാല കൂട്ട് ചെമ്മീനിലേക്ക് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് പൊത്തി വെച്ച് മൂടി വെച്ചങ്ങ് വേവിക്കുക. ഈ മസാലക്കൂട്ടും ചെമ്മീനും കൂടെ ആ എണ്ണയിൽ കിടന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇനി ചെമ്മീൻ കിട്ടുന്ന സമയത്ത് ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം അത്ര ടേസ്റ്റാണത്. അപ്പോൾ ബൈ.